ഈ താഴെ കിടന്നുറങ്ങുന്ന വ്യക്തിയുടെ പേരാണ് ലിയാൻഡ്രോ. ഇവൻ നമ്മുടെ ലയണൽ മെസ്സിയുടെ നാടായ അർജന്റീനക്കാരനാണ്. ഇവന് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. ചാനലിന്റെ പേരും ലിയാൻഡ്രോ എന്ന് തന്നെ. ഇവൻ ആ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ, താൻ പുതിയതായി താമസം മാറിയ വീട്ടിൽ താൻ അനുഭവിക്കുന്ന പാരാനോർമൽ എക്സ്പീരിയൻസുകളാണ്. പല രാത്രികളിലും പല അനക്കങ്ങളും പല സൗണ്ടുകളും അവന്റെ വീട്ടിൽ നിന്ന് കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവനൊരു CCTV ക്യാമറ അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ തീരുമാനിച്ചു. ശേഷം അവിടെ നടന്ന കാര്യങ്ങൾ ആ ക്യാമറയിലൂടെ അവൻ ലോകത്തെ കാണിക്കുകയായിരുന്നു. ¡Sos hijo de puta! ആദ്യമൊക്കെ ഇതുപോലെ കഥക് ഇങ്ങനെ തുറക്കുന്നതും ചെറിയ ചെറിയ ശബ്ദം ഉണ്ടാക്കുന്നതേ ഉള്ളായിരുന്നു. എന്തായാലും അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മുടെ ലിയാൻഡ്രോയും അവന്റെ സുഹൃത്ത് ഡാനിയലും കൂടെ ആ റൂമിൽ സമയം സ്പെൻഡ് ചെയ്യുകയായിരുന്നു. ആ സമയത്താണ് ഈ കാര്യം നടക്കുന്നത്. വൈറ്റ് ഫിഗർ അതിലെ നടന്നു പോകുന്നത് നമ്മളെല്ലാവരും കണ്ടതാണല്ലേ. അത് ഫേക്കാണോ ഒറിജിനലാണോ എന്ന് അറിയത്തില്ല. എന്തായാലും പയ്യന്മാർ ക്രീപ്ഡ് ഔട്ട് ആയിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിന് ശേഷം നമ്മുടെ ലിയാൻഡ്രോ വളരെ പാനിക്കായിട്ട് ഈ വീടിൻ്റെ ഹിസ്റ്ററിയൊക്കെ തപ്പാൻ തുടങ്ങി. അപ്പോഴാണ് അവന് കുറച്ച് ഉത്തരങ്ങൾ കിട്ടുന്നത്. മച്ചാൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ 1950s സമയത്ത് ഒരു ഫാമിലി താമസിച്ചുകൊണ്ടിരുന്നതാണ്. ആൻഡ് ആ ഫാമിലി ഒരു ദിവസം വളരെ മിസ്റ്റീരിയസ് ആയിട്ട് അവിടെ മരിച്ചു പോയി. മേ ബി ആ ഫാമിലിയുടെ പ്രേതമായിരിക്കും അവനെ ഹണ്ട് ചെയ്യുന്നത്. അതിനുശേഷമാണ് ശരിക്കും എന്നെ ഞെട്ടിച്ച ഒരു സംഭവം അവിടെ നടന്നത്. Son las 3 de la mañana de nuevo y esto es lo que yo, con lo que yo convivo desde hace meses. Con esto yo convivo hace meses. Siempre que grabo തൻ്റെ സുഹൃത്ത് ഡാനിയലാന്നും പറഞ്ഞ് കഥകളിട്ട് ആരോ ശക്തിയായി അടിക്കുകയാണ്. എന്നാൽ ഡാനിയൽ ഒരു മാസം മുമ്പേ തന്നെ അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയിരുന്നു എന്ന് നമ്മുടെ ലിയാൻഡ്രോയ്ക്ക് അറിയായിരുന്നു. അപ്പൊ ആരായിരിക്കും കഥകി മുട്ടുന്നത്? Vos no sos Daniel. Vos no sos Daniel, esa no es tu voz. Vos no sos Daniel, esa no es tu voz. Daniel se fue hace meses del país. Vos no sos Daniel. Si querés lastimarme, salí y lastimame ahora. Ya. Déjame de joder. Déjame de joder. Yo así no puedo vivir. Ya no puedo vivir así. Ya no puedo vivir. ¿Qué es eso? La concha de su madre. Yo no tengo más miedo. No tengo más miedo. No, yo así no puedo vivir. Así no puedo seguir. ആരായാലും ബാത്റൂമിന്റെ കഥകിനെ ഇങ്ങോട്ട് മുട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിവേയ്സ്, ഇതാണ് അർജന്റീനക്കാരൻ ലിയാൻഡ്രോയുടെ എക്സ്പീരിയൻസ്. ഇദ്ദേഹമാണ് ചൈനീസ് യൂട്യൂബർ ഷൗലോങ് ഔട്ട്ഡോർ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചൈനീസ് ഗോസ്റ്റ് ഹണ്ടറാണ് ഇദ്ദേഹം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇദ്ദേഹം ഈ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു അബാൻഡഡ് സ്കൂളാണ് ചൈനയിലുള്ള. ഭയങ്കര എക്സ്ട്രീമായിട്ട് ഹോണ്ട് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്തിൽ അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കയറി പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നടക്കും. നിങ്ങൾ തന്നെ പോയി കണ്ടിട്ടോ. ഇനി നമുക്ക് ചിരിയും കളിയൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ച് സീരിയസ് ആയിട്ട് ഈ ക്ലിപ്പിനെ അനലൈസ് ചെയ്യാം.
അവൻ കുറച്ചുകൂടെ മുന്നിലോട്ട് പോയി ഒരു റൂം തുറക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഒരു ബോൾ അതിലെ ഉരുട്ട് പോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലേ?我教你玩儿，操你妈！我教你玩儿。我操！我操！我去你妈！അത് കഴിഞ്ഞിട്ട് അളിയൻ അവിടെ നിന്ന് വെളിയിറങ്ങി സേഫായിട്ട് വന്നെങ്കിലും അവൻ ഒന്നുകൂടെ പോയി എക്സ്പ്ലോർ ചെയ്യാൻ തോന്നി. ഒട്ടുമിക്ക എല്ലാ ഗോസ്റ്റ് ഹണ്ടേഴ്സിൻ്റെയും പണി തീരുന്ന ഇവിടെ വെച്ചിട്ടാണ്. ഈ പഴയ പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങിലൊക്കെ അവിടെ മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന മിറേഴ്സ് താഴെ പൊട്ടിക്കിടപ്പുണ്ടായിരിക്കും. അങ്ങനെ ഒരു മിററി നമ്മുടെ ഷെർലോക്ക് കണ്ട കാഴ്ചകളാണ് ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നിങ്ങളവിടെ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഷെർലോക്കിന്റെ കാലിന്റെ അടുത്ത് പുറകിലായി ഒരു രൂപം നിൽക്കുന്ന മിറർ റിഫ്ലക്റ്റ് ആയിട്ട് കാണാൻ കഴിയും. തിരിഞ്ഞു നോക്കുമ്പോൾ എന്ന ആളെ അവിടെ കാണുന്നുമില്ല.我去你妈！哎呦我操！我操你妈！你妈了个逼！我操你妈呀！操你妈！你哪里来了？我操！എന്തായാലും ആ പ്രേതം നിന്ന സ്ഥലത്തിന് അളിയൻ രണ്ടൊന്ന് ചവിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അതിലേതെങ്കിലും ഒരു ചവിട്ട് ഇൻവിസിബിൾ ആയിട്ട് നിന്ന് ആ പ്രേതത്തിലോട്ട് കൊണ്ടെന്ന് തോന്നുന്നു. എന്തോ ആ പ്രേതം ഒരു അലമാരിയൊക്കെ തള്ളി താഴെയിട്ട് പ്രഹസനം കാണിക്കുന്നുണ്ട്. അതിനുശേഷം അവൻ ആ മിററിൽ കൂടെ വീണ്ടും നോക്കുമ്പോൾ ആ പ്രേതം തൊട്ട് പുറകിലുള്ള മിററിന്റെ അകത്തോടെ ഇവനെ നോക്കുന്നതുകൊണ്ട് തോന്നും. പക്ഷെ വെളിയിറങ്ങിയ വേറെ കാണുന്നില്ല. ഷെർലോക്ക് ആസ് യൂഷ്വൽ ഭയങ്കര എന്റർടൈൻമെന്റ് ആയിട്ടുണ്ട്. പിന്നെ ഒരു ബോണസ് ക്ലിപ്പ് കൂടെ ഉണ്ട്, കണ്ടിട്ട് പോവാം. അമേരിക്കയിലുള്ള ഒരു വ്യക്തിയുടെ സിസ്റ്റർ ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചു. ആ മരിച്ചുപോയ സിസ്റ്ററിന്റെ കാറ് അയാൾ വിൽക്കാൻ വേണ്ടി ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ്. അത് ഷൂട്ട് ചെയ്തിട്ട് അയാൾ ബയ്യറിന് അയച്ചു കൊടുത്തപ്പോൾ ബയ്യർ പറഞ്ഞു താൻ ആ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. Here's my sister's car. Just wanted to make this video so you can have a look at it. She still runs good. She's a little dirty. She has a lot of miles on her. അയാൾ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. പക്ഷെ ആ പുള്ളി ഡോറ് തുറക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ചെവി ശ്രദ്ധിച്ചു പിടിച്ച ഒരു പെണ്ണ് വിതുമ്പി കരയുന്നത് കാണാൻ കഴിയും. But it can clean up nice.
Here's the front. A little back. Here's some of the back. But I'll if you're interested, just let me know what you think. പിന്നീട് അയാൾ ഇത് ഇന്റർനെറ്റിൽ വിട്ടപ്പോൾ ഒരുപാട് പേര് ഇതിന് കമന്റ് ആയിട്ട് പറയുന്നത് അത് ചിലപ്പോൾ അയാളുടെ സിസ്റ്റർ തന്നെ വിതുമ്പി കരയുന്നതാവുന്നതായിരിക്കും. എനിവേസ്, see ya.